ഓണം പോയ പോക്കേ, പിള്ളേരൊക്കെ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി, ജോലിക്ക് കൊണ്ടവന്മാരൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ഉത്തരാടത്തിന് അടിച്ചിടാ. നിനക്കൊന്ന് വൃത്തിയായി കൂടി. ഓണത്തിന്റെ കാര്യം പറയപ്പോഴാ, ഓണപരിപാടിക്ക് ലക്ഷ്മിക്ക് നിന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു കേട്ടാ. എടാ പോടാ നിമ്മ. അവക്കെന്ത് കുഴപ്പം? നല്ലൊരു പെണ്ണ. നീ കട്ടളി കണ്ട നിന്റെ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞോളാം. നിന്റെ അച്ഛൻ്റെ അടുത്തേ കെട്ടാൻ പറ. നിന്റെ അമ്മയെ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിക്കോളാം. ഓരോ വെച്ചടിച്ചാലും ചുമ്മാ ചൂടാവാതാ. അതിനെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല കിടിലൊരു അമ്മായിപ്പനെ നല്ലൊരു അളിയനും കിട്ടും. ഇവിടെ നീക്ക് എന്തിനാണ് നാട്ടിലുള്ള കുഴപ്പം മുമ്പിള്ളേരൊക്കെ എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്നത്? അവർക്കാർക്ക് നമ്മളെ ആരെയും വേണ്ട, അവർക്കൊക്കെ നിന്നെ മതി. എത്ര നല്ല മുമ്പിള്ളാരുണ്ടോ നമ്മളെ ഏരിയയിൽ? അതിനെയൊക്കെ എന്തെങ്കിലും അവാദം പറയേണ്ട തലയെ കെട്ടിത്താ. ലക്ഷ്മിക്ക് എന്താ കുഴപ്പം? അവര് വീട്ടിലെ കിണറ്റിൽ വെള്ളം പറ്റിയോണ്ട് കുളിയില്ല. പിന്നെ പേസ്റ്റിനും ബ്രഷിനും GST വരുന്നത് പല്ല് കഴിക്കുന്നില്ല. ആകെപ്പാടുള്ളത് എന്താ? അയാൾക്കണേ വട്ടും കെട്ടറാങ്ങ് നൈസായിരിക്കൂടാ. അങ്ങനെയാണ് ഞാൻ വേറൊരു സംഭവം കണ്ടാ. എന്തുവാ? മറ്റേ 15 പേരായിട്ട് ഒളിച്ചോടെ വേണ്ടി വരുന്നോടാ. മുന്താസ്. അവൾ ഇവനെ നോക്കുന്നുണ്ട്. എടാ ഇവനെ അല്ല, ഇവന്റെ ബാക്കിൽ നിന്ന് നിന്നെ നോക്കിയ. അങ്ങനെയാണ് എന്റെ ബാക്കിൽ നിന്ന് നിന്റെ തന്തയായിരിക്കും നോക്കിയ. കണ്ണാനെ ഉരുണ്ടൊന്നും കളിക്കേണ്ട, നമുക്ക് മനസ്സിലായി. നീ രണ്ടുപേരെയും കെട്ടാ, ഒരാർച്ചി 2 പേര്. എടാ ഇന്ത്യ വീട്ടിൽ പോണ. എടാ പിന്നെ കല്യാണാർച്ചി എവിടെ വയ്ക്കൂ? ഓണാത്തി കൊണ്ട്